ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു എന്താ പറയുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ബാഗ് കളക്ഷൻ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവളുടെ കയ്യിൽ എത്ര ബാഗുണ്ട്, ഏതൊക്കെ ബ്രാൻഡാണ് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ആൻഡ് ഷീ ഈസ് സോ ഫൗണ്ട് ഓഫ് ബാഗ്സ്, വാച്ചസ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാഗിൻ്റെത് കാണാം, വേറൊരു വീഡിയോയിൽ വാച്ചസ് കളക്ഷൻ നോക്കാം. അപ്പം വാ നമുക്ക് പോയി നോക്കാം കേട്ടോ. അമ്മോ, ഇതാണോ അവളുടെ ബാഗ് കളക്ഷൻസ്? ഒരുപാടുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. എടിയേ, ഇത് എന്തോന്നത്? നീ ബാഗ് കച്ചവടം നടത്തുന്നോ? എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടം, പക്ഷെ എല്ലാം ഒന്നും ബ്രാൻഡഡ് ഒന്നും അല്ല, ഇഷ്ടം തോന്നിയിട്ട് ചിലത് വാങ്ങിക്കുന്നത്. ഓക്കെ ശരി, എന്നാ നീ ഒന്ന് പറഞ്ഞ ഈ കൂടാരം കണ്ടിട്ട് ഇതാവുന്നത്. ഇതിന്റെ ബാഗിന്റെ കളക്ഷൻസ് ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു, അത് കാണിച്ചോ നോക്കട്ടെ ഏതൊക്കെയാണെന്ന്. എനിക്ക് കണ്ണിലേക്ക് അടിക്കുന്ന ഫ്ലാഷ് ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ഡിമ്മായി പോകും, അതുകൊണ്ടാണ് ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്യുന്നത്. അറിയുന്നതിൻ്റെ അല്ല, എൻ്റെ ഈ ഒരു വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് ബാഗ്സിനോട് കുറച്ച് ക്രേസ്, കുറെ പെണ്ണുങ്ങൾക്ക് ഉള്ള അതേ ഇത് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഐറ്റംസ് ഒരുപാടൊന്നുമില്ല, അതും ഭയങ്കര എക്സ്ട്രീം ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന ഒരാളും അല്ല. വളരെ കുറച്ച് എന്റെ കണ്ണിലേക്ക് അടിക്കുന്ന, പക്ഷെ എനിക്ക് മൈഗ്രെയിൻ വരും. എന്നാ പറ, ഞാൻ ഓഫ് ചെയ്ത്. സന്തോഷം കണ്ടോ, ഇപ്പൊ തന്നെ എന്തോ പോലെ ആയി. അപ്പൊ ഞാന് മൊത്തത്തിലൊന്ന് കാണിച്ചു. അത് ഞാൻ കാണിച്ചു, ഇതേ ഉണ്ട്. ഇതിനകത്ത് കുറെ ഞാൻ ഡിസ്പോസ് ചെയ്തതാണ്, കുറെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ഏതെങ്കിലും തുടങ്ങും. ഞാൻ നമ്മുടെ നാട്ടിൽ പോയപ്പം ഓച്ചിറ അമ്പലം അറിയാം. ഓച്ചിറ അറിയാലോ, അത് അതൊക്കെ വെച്ചോട്ടെ. എല്ലാം മമ്മി കൊണ്ടിട്ടോ. എല്ലാം എടുത്തോ. മമ്മി കുറെ ബാഗൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഏതൊക്കെയാണ് മിസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം അവൾ കൊണ്ടുവരാത്ത, അവൾ പർപ്പസ്ലി എടുക്കാത്തായിരുന്നു തോന്നുന്നു. ഓക്കെ, പറ. ഓച്ചിറ അമ്പലത്തിൽ പോയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ട് തോന്നി. നന്നായിട്ടുണ്ട്. 200 രൂപ 250 രൂപ ഞാൻ കൊടുത്ത് വാങ്ങിച്ചാൽ എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഭയങ്കരമായിട്ട് റഫ്യൂസ് ചെയ്യും, പിന്നെ ഇത് ഭയങ്കര. ഓക്കെ ഇതിപ്പോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഓച്ചിറന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഓച്ചിറ അമ്പലം എല്ലാവർക്കും അറിയാവുന്നതാന്ന് തോന്നുന്നു, മലയാളികൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലമാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഓക്കെ, ഇത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇല്ലേ? ഇത് വന്നിട്ട് ഞാൻ ഇവിടെ അടുത്തൊരു, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ പോയതാ. അവിടെ പോയപ്പം ഒരു ബാഗ്സും ബൂട്ട്സും ഉള്ള കടയത്. ചെരുപ്പ് എന്തോ വാങ്ങിക്കാൻ പോയപ്പോ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിനകത്ത് ഒരു പെൻസിലൊക്കെ കിടക്കുന്ന കണ്ടോ. അപ്പൊ വാട്ട്സ് ഇൻ മൈ ബാഗ് നമുക്ക് പിന്നെ ചെയ്യാം. നീ ഇപ്പൊ ഇതിപ്പം ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ മതി. ഇതിപ്പം എനിക്ക് തോന്നുന്നു നിന്റെ ഈ പാന്റിന് മാച്ച് ആവും ഈ ഡ്രസ്സ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് ഒരു പ്രാവശ്യം പോലും വെളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇത് പ്രോബബ്ലി നമുക്ക് അമ്മടിക്ക് കൊടുക്കാം. ഓക്കെ, നല്ല ഫാൻസി ആയി. ഇത് എനിക്ക് എത്ര രൂപയാണെന്ന് ഓർമ്മയില്ല, ഓൾമോസ്റ്റ് 1000 അടുത്ത് ഞാൻ കൊടുത്തായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, സ്ലിംഗ് ബാഗ്. ഇത് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ നീസിന്, അതായത് സന്ദീപിന്റെ സിസ്റ്ററിന്റെ മോക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിന്റെ ഒരു ബ്ലാക്ക് ഒക്കെ വാങ്ങിച്ചു. ഇത് ഭയങ്കര പൊട്ടി പോയിട്ട് പോലും ഞാൻ ഇത് കെട്ടി വെച്ച് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ ഭയങ്കര റഫ്യൂസ് ചെയ്തതാണ് ഞാൻ. നെക്സ്റ്റ്, ഇത് ഞാൻ ഇത് രസമുണ്ടല്ലോ, റൗണ്ട് ആയിട്ട്. ഇത് നല്ല ഒരു, ഇതിന് വെറും 100 രൂപ കേട്ടോ. ഇത് ഞാന് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയപ്പം വാങ്ങിച്ചതാണ്. ഓക്കെ, എല്ലാം മേടിച്ചു വെക്കുന്നേ ഉള്ളൂ, ഒന്നും യൂസ് ചെയ്യുന്നില്ല ഗൈസ്. ഓക്കെ, ഇത് നല്ലൊരു ക്യൂട്ട് സ്ലിംഗ് ബാഗ് അല്ലേ? ഇത് നല്ല കളർ അല്ലേ? ഇത് ആക്ച്വലി നമ്മുടെ കസിൻ അല്ലേ, സായന്തൻ ജർമ്മനിയിൽ നിന്ന് പോയപ്പോ വന്നപ്പോ കൊണ്ടുവന്ന ബാഗ്. ഇത് എന്റെ ബാഗ് അല്ല, അമ്മടിക്ക് കൊടുത്തത്. പക്ഷെ ഞാൻ അവിടെ അടിച്ചു. അപ്പൊ ഇത് എനിക്കല്ലേ? സാധാരണ അവക്ക് കിട്ടുന്നൊക്കെ എനിക്കാണ്. പക്ഷെ ഇത് ഞാനിപ്പം അമ്മണി എനിക്ക് മനസ്സറിഞ്ഞ് തന്ന സാധനമാണ്. അവളെ വിളിച്ചപ്പോ ഞാൻ ചോദിക്കുന്നത് നീ മനസ്സറിഞ്ഞ് കൊടുത്തതാണോ? അപ്പൊ ഈ ബാഗ് എനിക്ക് ഭയങ്കര എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ രസമാണ്, സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇവിടെ കാരണം എന്റെ തല. നെക്സ്റ്റ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓക്കെ, അതെന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. മാക്സ് വാങ്ങിച്ചു തന്നെ. അതെ, ഓക്കെ. ഞങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരുമോ? ഇതും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതും വാൻ ഹ്യൂസിന്റെ ബാഗാണ്. ഓക്കെ, സ്ലിംഗ് ബാഗ് ഞാൻ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്തോ കിട്ടിയതാണ്. ഇത് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു മലേഷ്യത്തുനിന്ന്, അതെ, വിൻഡോ ഷോപ്പിംഗ് നടത്തിയപ്പോൾ പോയപ്പോ വാങ്ങിച്ച എനിക്ക് തോന്നി ഇത് വർഷങ്ങളായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട്. ഇതിന്റെ വലിയ ബ്രാൻഡ് ഒന്നും തോന്നില്ല, മലേഷ്യത്ത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 1000-600 രൂപ കൊടുത്തു. നെക്സ്റ്റ്, ഇതും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നല്ല രസമുണ്ടല്ലോ, റൗണ്ട് പോലെ. ഗോവന്ന്. ഓക്കെ, നൈസ്, കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് ജൂട്ടാണോ?
ആ തോന്നുന്നു. അതെ അതെ. ഇത് ഞാൻ CTS-ല് ജോലി ചെയ്യുമ്പോ അതായത് കോഗ്നിസെന്റില് ഞാൻ ജോലി ചെയ്യുമ്പോ വാങ്ങിച്ചതാ. ലൈം റോഡ് എന്ന് പറയുന്ന ഒരു ആപ്പില്ലേ, അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഉണ്ട് ഇത് കണ്ടോ. നൈസ്. ഇത് എന്റെ സ്റ്റുഡന്റ് എനിക്ക് ഞാൻ ഫെയർവെൽ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. ഓക്കെ ഓക്കെ. എവിടെ, ഏത് സ്റ്റുഡന്റ്, എവിടുത്തെ? നേച്ചറിലെ. ഓക്കെ ഓക്കെ. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ലോ, ഇത് ശ്രിയ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഗിഫ്റ്റ് ചെയ്തത്. ശ്രിയ എസ്. ഓക്കെ ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗാണ്. കൊള്ളാം. ഇപ്പൊ 3 ഉണ്ട് നിനക്ക് ഈ റൗണ്ട് കളക്ഷൻ. ഓക്കെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇത് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ബാഗ് അല്ലേ? ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ കളർ ഇസ് ഓൾസോ ഗുഡ്. നല്ല ഒരു കളർ. എന്തോ ഉണ്ട്. ഇതൊക്കെ എന്റെ കെട്ടിയവന്റെ വാലറ്റ്സാ. ഇതൊക്കെ ഓരോ പ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ആണോ? എന്നിട്ടെല്ലാം ഇവിടെ വെച്ചിട്ടാ പോന്നെ? അവൻ എന്തോ ചെയ്യാനായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയി. ഓക്കെ. ഇത് ആക്ച്വലി കീറി പോയിട്ട് പോലും ഞാൻ അത് തുന്നിയതാ. ഓക്കെ. ഉപേക്ഷിക്കാൻ മനസ്സില്ല. ഓക്കെ. നെക്സ്റ്റ്. അടുത്തത് ബാഗേജ്. ഓ, ഇതും കൊള്ളാലോ. കൊള്ളാല്ലേ? യാ. ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ മിക്കത് യൂസ് ചെയ്യുന്നത്. ഇത് എവിടുന്നാ വാങ്ങിച്ചേ? ഇത് ബാഗേജ്. ഓക്കെ. ഓ, അത് ബ്രാൻഡിന്റെ പേരല്ലേ? I have no idea about it. Okay. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് ബ്ലാക്ക് ആണ്, സിമ്പിൾ ആണല്ലോ. ഒരു ഓഫീസിലൊക്കെ കൊണ്ടുപോകാം അല്ലേ? കുഞ്ഞാ, ഒരു മിനിറ്റ്. കുഞ്ഞമ്മ അതെല്ലാം കാണിച്ചു തരും. ഒരു മിനിറ്റ്. എന്ത് ബുക്ക്? ഓക്കെ. നൈസ്. എന്റെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകാം. ഇതപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബാഗാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്ട്രോപ്പ് ക്യാരി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ ബ്രാൻഡിന്റെ പേര്. ഓക്കെ. ഇത് അറിയാമോ? ഇല്ല, അറിയത്തില്ല. അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ഇനി അടുത്തത് സൂക്ക്. ഓ, സൂക്ക് ഈസ് ഫാമിലിയർ. യെസ്. സൂക്കുകാർ കേൾക്കത്തില്ലല്ലോ എന്ന് വിചാരിക്കും. ഇത് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവമാണ്. ഓക്കെ. ഇത് ഓർഡർ ചെയ്തതാ ഞാൻ. എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഇതിന് എന്തോ ഒരു ചെറിയ ഡാമേജ്, വളരെ ചെറുതല്ലേ, അതിന്റെ ഒരു ശകലം എന്തോ ഇവിടുന്ന് അതിന്റെ ആ ഒരു സ്കിന്ന് പോയത് അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ആഗ്രഹിച്ച് സൂക്കൊന്ന് വാങ്ങിച്ചില്ലെന്ന് വിചാരിച്ചു ഞാൻ അവർക്ക് റിവ്യൂ ഇട്ട് ഹൈലി ഡിസപ്പോയിന്റഡ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ അയച്ചു. ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചത് റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്തു. ഞാൻ അയച്ചത് കുഴപ്പമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നെയിൽ പെയിന്റ് ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോള് വരുന്നു, ഇന്ന പോലെ കൊറിയർ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളുടെ പേര് ജെയിനിന്ന് തന്നെയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ വീട്ടിലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള നന്ദിനി പാർലറിന്റെ അടുത്ത് അവരാണ് മിക്കതും എന്റെ കൊറിയർ ഒക്കെ എടുത്ത് വെക്കുന്നത്. അവർക്ക് കൊടുക്കും. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കൊറിയർ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ വലിയൊരു പാർസലാ. ഞെട്ടിപ്പോയി. തുറന്നു നോക്കിയപ്പോൾ എന്താണ് ഗൈസ്, എനിക്ക് വീണ്ടും തന്നു അവര്. നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ ഇവക്ക് ഒന്ന് ഫ്രീ കിട്ടി കഴിഞ്ഞാൽ അത് എനിക്കുള്ളതാ, ഫ്രീ എനിക്കുള്ളതാണ്. പിന്നെ ഇത് നന്നായിട്ടുണ്ടല്ലോ, അതിന്റെ അതന്നെ, അതിന്റെ ഇത് നന്നായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. അപ്പൊ സൂക്കിന്റെ 2 ബാഗ് അല്ലേ? ഓക്കെ. ഇത് എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. കൊള്ളാം. ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് സെമി സർക്കിൾ ആയി പോയി. നെക്സ്റ്റ്. പിന്നെ ഇത് നമ്മുടെ പാറു സിംഗപ്പൂർ പോയി. എന്താ പാറു, ഞാൻ ഇവിടെ ഉള്ളത് നിനക്ക് അറിയത്തില്ലായിരുന്നോ പാറു? യൂസ് ഒന്നും ചെയ്തിട്ടില്ല, കൊണ്ടുവന്നതാ. ഹാർഡ്ലി 1 month പോലും ആയില്ല. ഓക്കെ, നൈസ്. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ സീക്രട്ട് സാന്റ ഗിഫ്റ്റ് ചെയ്ത ബാഗ്. വാവ്, ഡിസംബറിൽ കിട്ടിയ ഗിഫ്റ്റ് ആണത്. ഓക്കെ. ഇത് കാപ്രീസിന്റെ. വാവ്, നൈസ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫ്രഷ് ആണ്, വെരി ഫ്രഷ്. അപ്പൊ ഇത് നിനക്ക് എനിക്ക് തന്നൂടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട്? സീക്രട്ട് സാന്റയ്ക്ക് അറിയത്തില്ലല്ലോ. ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, വെരി നൈസ്. അപ്പോൾ എല്ലാവരുടെ ബാഗ് കളക്ഷൻ കണ്ടല്ലോ, അതൊരു കുന്ന. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോകും. എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും ഇങ്ങനത്തെ ക്രേസിനെസ് ഉണ്ടോ ഗൈസ് ബാഗിന്റെ? അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ